തുടരുന്ന ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തെ വിവിധ ഡാമുകളൊക്കെ തുറന്നിരുന്നു. ഇന്നലെ ബാണാസുരയും ഒപ്പം തന്നെ ഷോളയാറും മലമ്പുഴ ഡാമും ഒക്കെ തുറന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഏറ്റവും ആശങ്ക നിലനിൽക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ കാര്യത്തിലാണ്. അണക്കെട്ടിലെ ജലനിരപ്പ് റൂൾ കർവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാന റീഡിംഗിൽ ജലനിരപ്പ് 135.6 പിന്നിട്ടിരിക്കുന്നു. ഡാം തുറക്കുന്നത് പരമാവധി ഒഴിവാക്കാനാണ് തമിഴ്നാടിന്റെ ശ്രമം. വൈഗ അണക്കെട്ടിൽ നിന്ന് പരമാവധി ജലം കൊണ്ടുപോകുന്നുമുണ്ട്. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വള്ളക്കടവിലാണ്. മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ ജലം ഒഴുകിയെത്തുന്ന ആദ്യത്തെ ഇടങ്ങളിൽ ഒന്നാണ് വള്ളക്കടവ്. നമുക്കറിയാം, തമിഴ്നാടിന്റെ നിയന്ത്രണത്തിലാണ് മുല്ലപ്പെരിയാർ ഡാം ഉള്ളത്. ഡാം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഡാമിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത് മുല്ലപ്പെരിയാറാണ്. നിലവിൽ ജൂൺ മാസത്തിലെ റൂൾ കർവ് പ്രകാരം 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാൽ മുല്ലപ്പെരിയാർ ഡാം തുറന്നുവിടാൻ തമിഴ്നാട് നിർബന്ധിതരാകും. നിലവിലെ ജലനിരപ്പ് 135.6 എത്തിയിട്ടുണ്ട്. പക്ഷെ പരമാവധി ഡാം തുറക്കുന്നത് ഒഴിവാക്കാനുള്ള ശ്രമമാണ് തമിഴ്നാട് ഈ ഘട്ടത്തിൽ നടത്തുന്നത്. വൈഗ അണക്കെട്ടിൽ നിന്ന് പരമാവധി ജലം ഈ ഘട്ടത്തിൽ ഒഴുക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായ നീരൊഴുക്കുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ 136 അടിയിലേക്ക് ഒരുപക്ഷെ ഇന്ന് ജലനിരപ്പ് എത്തുകയും മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. വലിയ മുൻകരുതലുകൾ ജില്ലാ ഭരണകൂടം അതിന്റെ ഭാഗമായി ഇടുക്കി ജില്ലാ ഭരണകൂടം അതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുണ്ട്. നിരവധി കുടുംബങ്ങളെയാണ് ഈ പെരിയാറിന്റെ തീരത്തു നിന്നും മറ്റും മാറ്റി താമസിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ ചോദിക്കാൻ ഇവിടുത്തെ പ്രദേശവാസിയായ ഷാജി കൂടി ചേരുന്നുണ്ട്. ഷാജിയേട്ടാ, എങ്ങനെയാണ്, ഒരു ആശങ്കയുണ്ടോ ഡാം തുറക്കുമോ എന്ന്? ആശങ്കയ്ക്ക് വകയില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 136 ജലനിരപ്പ് എത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വെള്ളമൊഴുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതാണ്. കാരണം 2022 ഡാം കഴിഞ്ഞ വർഷം ഷട്ടർ ഏറ്റവും അവസാനമായിട്ട് തുറന്നത്. 2018 പ്രളയത്തെ അതിജീവിച്ച ആളുകളാണ് ഇവിടുത്തെ ഉള്ള തീരദേശവാസികൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്നത്തെ വെള്ളത്തിന്റെ ഒഴുക്കും ഇപ്പോഴത്തെ ഈ 36 ശേഷം വന്നാലുള്ള ഒഴുക്കും നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആശങ്കയില്ല ആർക്കും. ഇതിനു മുമ്പ് എപ്പോഴായിരുന്നു മുല്ലപ്പെരിയാർ ഡാം തുറന്നത്? 2022 തുറന്നിരുന്നത്. അന്ന് ജലം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ചുരുക്കം ചില വീടുകളിലൊക്കെ കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് നമുക്ക് അതിജീവിച്ച് പോവാണ്. കാരണം ഒരുപാട് നാളായാലും ഇതെല്ലാം കാണാൻ തുടങ്ങിയിട്ട്. മുല്ലപ്പെരിയാറിന്റെ തീരപ്രദേശത്തുള്ള ആളെന്ന നിലയിൽ കൂടെ ചോദിക്കുകയാണ്, മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷയെ പറ്റി ഒരു ആശങ്ക ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം സുരക്ഷ ഡാമൊക്കെ ഇത്തരം കാലപ്പഴക്കം കൊണ്ട് അതിന്റെ അതിജീവിച്ച് നിൽക്കുന്ന ഒരു സാധനമുണ്ടോ. അത് ഏത് നിമിഷം എന്ത് സംഭവിക്കാന്നുള്ളതാണ്. ഡാം പുതുക്കിപ്പണിയണം. കേരളത്തിന്റെ സുരക്ഷ, അതോടൊപ്പം തമിഴ്നാടിന് വെള്ളം, അതാണ് നമ്മുടെ ആവശ്യകത. തീർച്ചയായും ഡാമിന്റെ സുരക്ഷയെ പറ്റി പ്രദേശവാസികൾക്കും മറ്റും ആശങ്കയുണ്ടെങ്കിലും മുല്ലപ്പെരിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക വെച്ച് പുലർത്തേണ്ട സാഹചര്യമില്ല എന്നാണ് പ്രദേശവാസികളും പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട എല്ലാ മുൻകരുതലുകളും ജില്ലാ ഭരണകൂടം ഈ ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. 136 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നാൽ തമിഴ്നാട് ഡാം തുറക്കും. ഡാം പെരിയാർ വഴി ഡാമിലെ ജലം കേരളത്തിലൂടെ ഒഴുകി പോകും എന്നുള്ളതാണ്. ജിബിൻ തോമസിനൊപ്പം മുഹമ്മദ് ആഷിഖ്, മീഡിയ 1, ഇടുക്കി. എന്തായാലും മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാവിധ സന്നാഹങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെ ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് നിരവധി കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഡാം 136 അടിയിലേക്ക് ജലനിരപ്പ് എത്തിയാലും ഡാം തുറന്നാലും വലിയ രീതിയിലുള്ള ആശങ്ക പ്രദേശത്ത് നിലനിൽക്കുന്നില്ല എന്ന് കൂടിയാണ് മനസ്സിലാക്കുന്നത്. വൃഷ്ടിപ്രദേശത്ത് ധാരാളം മഴ പെയ്യുകയാണെങ്കിൽ ഡാം ഇന്ന് തന്നെ തുറക്കാനുള്ള സാധ്യത കൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മുഹമ്മദ് ആഷിഖാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.